യുദ്ധവഴികളിൽ പോർച്ചുഗീസുകാർ കൂടെ എതിർശക്തിയായി നിന്നതോടെ സംഭാജിക്ക് പലയിടത്തും പോരടിക്കേണ്ടി വരികയാണ്. ഇതേ സമയം ഔറംഗസേബ് സ്വരാജ്യയെ എല്ലാ മേഖലകളിലൂടെയും ആക്രമിക്കാനുള്ള പദ്ധതികളും തയ്യാറാക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി സൗത്ത് കൊങ്കൺ മേഖലകളിലൂടെ വന്ന് മറാത്ത മേഖലകളെ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഔറംഗസേബ് നടത്തുകയാണ്. അതിനായി 1683 സെപ്റ്റംബർ 15 ഷാ ആലത്തെ ഔറംഗസേബ് നിയോഗിച്ചു. ഇതേ സമയം ഔറംഗസേബ് തന്നെ അഹമ്മദ് നഗറിലെത്തി ക്യാമ്പ് ചെയ്യുകയുമുണ്ടായി. ഷാ ആലമിൻ്റെ നേതൃത്വത്തിലുള്ള മുഗൾ പട സൗത്ത് കൊങ്കണിലൂടെ മാർച്ച് ചെയ്തു. പലയിടത്തും മറാത്ത പ്രതിരോധമൊക്കെ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ മുഗൾ പട തകർത്തു മുന്നേറി. രാംഗഡ് ചുരം വഴി മുഗൾ പട സാവന്ത്വാഡിയിലേക്ക് എത്തുകയും ചെയ്തു. ഇതേ സമയം സംഭാജി ഗോവൻ മേഖലകളിൽ കനത്ത ആക്രമണം നടത്തുന്ന സമയമാണ്. മുഗൾ പടയ്ക്ക് ഗോവൻ മേഖലകളിലേക്കും എത്താം എന്ന അവസ്ഥ വന്നതുകൊണ്ട് തന്നെ മറാത്തയ്ക്ക് ഈ മേഖലകളിൽ നിന്ന് പിന്മാറേണ്ടി വരികയുണ്ടായി. ഈ സമയം ഷാ ആലം പലയിടത്തും വൻ നശീകരണമൊക്കെ നടത്തുകയുണ്ടായി. എന്നാൽ ഗോവൻ മേഖലയിൽ ഈ സമയം ഭക്ഷ്യക്ഷാമമൊക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഷാ ആലമിന് തൻ്റെ സൈനികർക്ക് ആവശ്യമായ ഭക്ഷണമൊന്നും ശേഖരിക്കാൻ കഴിഞ്ഞതുമില്ല. എങ്കിലും ജഞ്ചിറയിൽ നിന്നും സിദ്ദികളുടെ നേതൃത്വത്തിൽ ചില സഹായങ്ങളൊക്കെ വന്നു ചേർന്നു. ഏതായാലും 1684 മെയ്യോടെ സൈന്യത്തോട് തിരികെ മടങ്ങാൻ ഔറംഗസേബ് നിർദ്ദേശിക്കുകയും വീണ്ടും മുഗൾ പട രാംഗഡ് പാസിലൂടെ പിന്മാറ്റം നടത്തുകയുണ്ടായി. അതുവരെയും പ്രതിരോധത്തിൽ നിലകൊണ്ടിരുന്ന മറാത്ത പട ഈ ചുരം മേഖലയിൽ വെച്ച് മുഗളിനെതിരെ കനത്ത ആക്രമണം നടത്തുകയും വലിയൊരു ശതമാനം സൈനികരും കൊല്ലപ്പെടുകയുമുണ്ടായി. ഷാ ആലമൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് മലമേഖലകളിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയാം. താഴെ എത്തിയപ്പോഴേക്ക് ബഹദൂർ ഖാൻ്റെ പട എത്തുകയും സംരക്ഷണം നൽകുകയും ഒക്കെ ചെയ്തു. ചുരുക്കിയാൽ കൊങ്കൺ മേഖലയിലെ മുഗളരുടെ മറാത്ത അധിനിവേശം പൂർണ്ണ പരാജയമായി മാറി. ചുരുങ്ങിയത് 20,000-നടുത്ത മുഗൾ സൈനികരെയെങ്കിലും ഈ ഒരു നീക്കത്തിൽ മുഗളർക്ക് നഷ്ടപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ഇതേ സമയം ഷഹാബുദ്ദീൻ ഖാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുഗൾ പട രത്നഗിരി മേഖലയിൽ മറാത്തയ്ക്ക് ചില പരാജയങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് 1683-1684 കാലഘട്ടത്തിൽ വീണ്ടും പല അതിർത്തി മേഖലകളിലും പതിവ് പോരാട്ടങ്ങൾ തന്നെ നടത്തപ്പെടുകയുണ്ടായി. മുഗൾ മേഖലകളിലേക്ക് കയറി മറാത്ത ഗ്രൂപ്പുകൾ ആക്രമണങ്ങളും ധനസമാഹരണവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. ചരിത്രത്തിൽ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ 1684 കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരന്തരമായ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അതിവിടെ ഏതായാലും കൂടുതൽ വിശദമാക്കുന്നില്ല. ജുന്നാർ, പുനെ, പെടഗൺ, നാസിക്, സതാര, ബഗ്ലാൻ തുടങ്ങി പല മേഖലകളും മുഗൾ മറാത്ത പോരാട്ടങ്ങളുടെ സ്ഥിരം വേദിയായി മാറി. മുഗളരുടെ മുന്നേറ്റങ്ങളെ തകർക്കാനായി 1685 കാലത്ത് മറാത്ത വീണ്ടും മുഗൾ മേഖലകളിലേക്ക് അതിശക്തമായ കടന്നാക്രമണം നടത്തുകയുണ്ടായി. മുഗൾ മുന്നേറിയത് എങ്ങനെയാണോ അതുപോലെ മുഗൾ മേഖലകളിലേക്കും മിന്നലായി മറാത്തകൾ എത്തുകയും നശീകരണവും കൊള്ളയടിക്കലുമൊക്കെ നടത്തുകയുമുണ്ടായി. പലയിടത്തും മറാത്തകൾ തോൽക്കുന്ന അവസ്ഥയുമുണ്ടായി. 1685 തന്നെ മുഗളർ മുന്നേറിയിരിക്കുന്ന പുനെ മേഖലയിൽ സംഭാജിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രത്യാക്രമണവുമൊക്കെ നടത്തുകയുണ്ടായി. ഇതേ സമയം ഔറംഗസേബ് ബിജാപൂർ അതിർത്തി മേഖലകളിൽ ഔട്ട് പോസ്റ്റുകൾ നിർമ്മിക്കുകയും ബിജാപൂരിനോട് സൗഹൃദ ഭാവം കാണിക്കുകയും സംഭാജിക്ക് നൽകുന്ന പിന്തുണ പൂർണ്ണമായും അവസാനിപ്പിക്കാനുമൊക്കെ ആവശ്യപ്പെട്ടു. എന്നാൽ അതുണ്ടായില്ല. അതോടെ ഔറംഗസേബ് ബിജാപൂരും കീഴടക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 1685 അവസാനത്തോടെ ബിജാപൂരിന് നേർക്ക് മുഗൾ ഉപരോധവും വന്നെത്തി. ബിജാപൂരിനെ സഹായിക്കാനായി സംഭാജി ഹംബീർ റാവു മോഹിത്തോയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പടയെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. ഗോൽക്കൊണ്ടയും ഒരു സൈന്യത്തെ അയക്കുകയുണ്ടായി. എങ്കിലും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുഗൾ വിജയം വന്നെത്തി. 1686 സെപ്റ്റംബർ 12 സിക്കന്ദർ ആദിൽ ഷാ ഔറംഗസേബിന് മുന്നിൽ കീഴടങ്ങി. സുൽത്താന് 1,00,000 രൂപ പെൻഷനും അനുവദിച്ചു. ഏതായാലും ബീജാപൂർ കീഴടക്കിയതോടെ കാലങ്ങളായി മുഗളരെ തടഞ്ഞ ബിജാപൂർ രാജ്യത്തിൻ്റെ ചരിത്രം അവിടെ അവസാനിച്ചു. ബിജാപൂരിനെ സഹായിക്കാൻ ഗോൽക്കൊണ്ട നീക്കങ്ങൾ നടത്തിയതും സൈന്യത്തെ അനുവദിച്ചതുമൊക്കെ കൊണ്ടുതന്നെ അവിടെയും ഒരു പോർമുഖം തുറന്നിരുന്നു. 1685 തന്നെ ഷാ ആലമിൻ്റെ നേതൃത്വത്തിൽ പലയിടത്തും വലിയ പോരാട്ടങ്ങളും മറ്റുമൊക്കെ നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി സമാധാന ശ്രമങ്ങളും നടത്തി. ഇത്ര പണം നൽകാം എന്നൊരു രീതിയിൽ വ്യവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ പോലും അതൊന്നും പാലിക്കപ്പെട്ടില്ല. അതിൻ്റെ ഭാഗമായി 1686 സെപ്റ്റംബറിൽ ഔറംഗസേബ് തന്നെ ഗോൽക്കൊണ്ടയ്ക്ക് നേരെ പട നയിക്കുകയും 1687 ജനുവരിയിൽ അതിപ്രശസ്തമായ ശക്തമായ ഗോൽക്കൊണ്ട കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയുമുണ്ടായി. സുൽത്താൻ അബ്ദുൽ ഹസൻ അടക്കം മിക്കവരും ആ കോട്ടയിലാണ് സംരക്ഷണം തേടിയിരുന്നത്. എന്നാൽ ഗോൽക്കൊണ്ട കോട്ട ഭേദിക്കുകയൊന്നും എളുപ്പമായിരുന്നില്ല. മാസങ്ങൾ നീണ്ട ഉപരോധത്തിനൊടുവിൽ
1687 സെപ്റ്റംബറിൽ ചില ഗോൽക്കൊണ്ട ജനറൽമാരെ കൈക്കൂലിയൊക്കെ നൽകി മുഗൾ വശത്തേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമാണ് ഗോൽക്കൊണ്ട കീഴടക്കാൻ ഔറംഗസേബിനായത്. ഏതായാലും അതോടെ ഗോൽക്കൊണ്ട മേഖലകളുടെയും നായകനായി ഔറംഗസേബ് മാറുകയുണ്ടായി. ഈ സമയം സംഭാജി മുഗൾ മേഖലയിലേക്ക് കടന്നുകയറി ധനവും ധാന്യവും ഒക്കെ സമാഹരിക്കാൻ ശ്രമിച്ചെങ്കിലും മുഗളരുടെ കൃത്യമായ ചെറുത്തുനിൽപ്പിൽ അതൊന്നും വിജയിച്ചില്ല. നീണ്ടകാലത്തെ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ ഗോൽക്കൊണ്ടയെ സഹായിക്കാനും മറാത്തയ്ക്കായില്ല. മുന്നേറിയ മേഖലകളിലെല്ലാം പ്രതിരോധ നിരകൾ ഒരുക്കിയ ശേഷമാണ് ബിജാപൂർ ഗോൽക്കൊണ്ട മേഖലകളിൽ ഔറംഗസേബ് മുന്നേറിയത് എന്ന് കാണാം. എങ്കിലും പലയിടത്തും മറാത്ത മുന്നേറ്റങ്ങളും ആക്രമണങ്ങളുമൊക്കെ നടക്കുകയുമുണ്ടായി. 1686 നിർണായകമായ ബഗ്ലാൻ മേഖലയിൽ മുഗൾ മുന്നേറ്റം ആരംഭിച്ചു. മുഗൾ പട ഈ മേഖലയിലെ കനേറ ഫോർട്ടൊക്കെ ആക്രമിക്കുകയുണ്ടായി. എന്നാൽ മറാത്തകൾ തിരിച്ചടിച്ചു. എന്നാൽ അതിനുശേഷം കോട്ടയുടെ കമാൻഡറെ പാരിതോഷികങ്ങളൊക്കെ നൽകി മുഗളർക്കൊപ്പം ചേർക്കാൻ നീക്കങ്ങൾ നടത്തുകയും ഒടുവിലത് വിജയിക്കുകയും ചെയ്തു. കോട്ടയുടെ കമാൻഡറുടെ പേര് ബാലാജി മോറെ എന്നായിരുന്നു. അതോടെ ബഗ്ലാൻ മേഖലയിലെ മറ്റു കോട്ടകളെ മുഗൾ മേഖല ലക്ഷ്യം വെച്ചു. ഇതിനൊക്കെ പുറകിൽ പ്രധാന കാരണക്കാരനായി നിലകൊണ്ടിരുന്ന അക്ബർ രക്ഷയേതുമില്ലാതെ സ്വരാജ്യയുടെ കാട് നിറഞ്ഞ മലമേഖലകളിൽ കുറേ കാലം ജീവിക്കുകയുണ്ടായി. ഒരു രീതിയിലും രക്ഷപ്പെടാനോ ഉത്തരേന്ത്യൻ മേഖലകളിലേക്കോ എത്താനാവാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഔറംഗസേബുമായി സമാധാന ശ്രമങ്ങളൊക്കെ നടത്തുകയുമുണ്ടായി. എന്നാൽ മറുപടികളൊന്നും ഉണ്ടായില്ല. സ്വരാജ്യയുടെ അതിർത്തികൾ തകർന്നു തുടങ്ങിയതോടെ സംഭാജി തൻ്റെ നാടിനെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ അക്ബർ സ്വരാജ്യയിൽ തീർത്തും ഒറ്റപ്പെടുകയുണ്ടായി. 1687 ഫെബ്രുവരിയിൽ വാങ്ങിയ 2 കപ്പലുകൾ ഉപയോഗിച്ച് രാജാപൂർ മേഖലയിൽ നിന്ന് അക്ബർ ഇറാനിലേക്ക് രക്ഷപ്പെടുകയുണ്ടായി. അതോടെ അക്ബറോടൊപ്പം സ്വരാജ്യയിലെത്തിയ ദുർഗാദാസും രാജ്പൂത് മേഖലകളിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. ഏതായാലും ഇത്ര വലിയ യുദ്ധത്തിന് കാരണക്കാരായി മാറിയ അക്ബറും ദുർഗാദാസും ഒക്കെ തിരിച്ചു പോയെങ്കിലും സ്വരാജ്യക്കെതിരായ ഔറംഗസേബിൻ്റെ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. അപ്രകാരം അക്ബറിന് അഭയം നൽകിയത് സംഭാജിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പിഴവാണെന്ന് പറയാൻ പറ്റും. കാരണം ആ സമയത്തെ ഇന്ത്യൻ മേഖലകളിലെ ഏറ്റവും ശക്തൻ ഔറംഗസേബ് ആയിരുന്നു എന്നതിൽ തർക്കമേതുമില്ല. അക്ബറിന് സംഭാജി അഭയം നൽകിയില്ലെങ്കിലും അക്ബർ സ്വാഭാവികമായും പേർഷ്യയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയെങ്കിൽ അക്ബർ പേർഷ്യൻ മേഖലകളുടെ സഹായത്തോടെ ഉത്തരേന്ത്യ ആക്രമിക്കുമോ എന്ന അവസ്ഥയുള്ളതുകൊണ്ട് തന്നെ ആ അതിർത്തി മേഖലകളിൽ കൂടുതൽ സൈന്യത്തെ നിയോഗിക്കുകയും ഔറംഗസേബ് ഇതൊക്കെ നോക്കിക്കാണാനായി ഡൽഹിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. പൂർണ്ണ പരാജിതനായി പേർഷ്യയിലെത്തിയ അക്ബറിന് കിട്ടിയ സ്വീകരണവും 1706 മരണം വരെ അക്ബറിന് കിട്ടിയ പദവികളുമൊക്കെ പേർഷ്യൻ നയത്തിൻ്റെ ഉദാഹരണമായി കൂടി കാണാം. ഏതായാലും രാജ്പൂത് മേഖലകളുടെയോ അക്ബറിൻ്റെയോ സംഭാജിയുടെയോ പദ്ധതികളൊന്നും തന്നെ ഇവിടെ വിജയിച്ചില്ല. അക്ബറിന് അഭയം നൽകുന്നത് പലരും എതിർത്തപ്പോഴും സംഭാജിയുടെ അടുത്ത സുഹൃത്തായ കവി കലേഷിൻ്റെ നിർദ്ദേശമാണ് തുണച്ചത് എന്ന് കാണാം. ഏതായാലും 1687 അക്ബർ പേർഷ്യയിലേക്ക് രക്ഷപ്പെട്ടു. ബിജാപൂർ കീഴടക്കിയത് കൊണ്ട് തന്നെ കർണാടക മേഖലകൾ വഴി ജിഞ്ചി മേഖലകൾ വരെ മുഗൾ പട ആക്രമിക്കാനും ആരംഭിച്ചു. 1687 കാലത്ത് വലിയ തോതിൽ തന്നെ മുഗൾ മുന്നേറ്റമുണ്ടാവുകയുണ്ടായി. സംഗോള കോട്ടയിലെ കമാൻഡറായിരുന്നു മനാക്കോജി. 1687 ഇവിടെ മുഗൾ ആക്രമണം ഉണ്ടാവുകയും കോട്ട പിടിച്ചെടുത്ത് കമാൻഡറെ പിടികൂടുകയും ഔറംഗസേബിൻ്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തെ വധിക്കുന്നതിന് പകരം പദവികളൊക്കെ നൽകി ഇദ്ദേഹത്തിന് സൈന്യത്തിൽ സേവനമാണ് നൽകുകയുണ്ടായത്. അത് മുഗളരുടെ തന്ത്രത്തിൻ്റെ ഭാഗവുമാവാം. ഇനി 1687 ഏപ്രിലിൽ രാജകുമാരനായ അസമിൻ്റെ നേതൃത്വത്തിൽ ബെൽഗാമിലെ കോട്ടകളും പിടിച്ചെടുക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ ബഗ്ലാൻ മേഖലയിലെ കോട്ടകൾ പിടിച്ചെടുക്കുക എന്നത് മുഗൾ മുന്നേറ്റത്തിന് നിർണായകമാണല്ലോ. യുദ്ധവഴികളിൽ അത് നടക്കാത്തത് കൊണ്ട് തന്നെ പണം നൽകിയും മറ്റും കോട്ടകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ മുഗളർ ആരംഭിച്ചു. നിർണായക കോട്ടയായ സാൽഹറിലെ കമാൻഡറായിരുന്നു അസോജി. അസോജിക്കായി വലിയ സമ്മാനങ്ങളും മറ്റുമൊക്കെ നൽകി മുഗൾ പട സ്വാധീനിക്കുകയും 1687 മെയ്യിൽ സാൽഹർ കോട്ട മുഗളർ കീഴടക്കുകയും ചെയ്തു. വലിയ പോരാട്ടങ്ങൾ നടന്ന രാംസച്ച് കോട്ടയും ഇതേ രീതിയിൽ മുഗളർ കീഴടക്കി. ചുരുക്കി പറഞ്ഞാൽ 1687 പല മേഖലകളും യുദ്ധമില്ലാതെ തന്നെ മുഗളരുടെ കൈകളിലേക്ക് പോകുന്ന അവസ്ഥ സ്വരാജ്യയിൽ സംഭവിച്ചു. സ്വരാജ്യയെ മുഗൾ ആക്രമണങ്ങളിൽ നിന്ന് തടയാനായി സംഭാജി വിഷമിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഒട്ടനവധി പേർ മറാത്ത പാളയം വിട്ട് മുഗളർക്കൊപ്പം ചേരുന്ന അവസ്ഥയും ഈ കാലങ്ങളിലുണ്ടായി. പല പ്രധാനപ്പെട്ട കമാൻഡേഴ്സ് ഉൾപ്പെടെ ഒട്ടേറെ സൈനികരും ഈ സമയങ്ങളിൽ കളം മാറ്റി ചവിട്ടുന്നതായി കാണാം. പലർക്കും ആദരവോടെ സൈനിക മേഖലയിൽ ഡക്കാനിൽ തന്നെ ഉദ്യോഗവും ലഭിക്കുകയുണ്ടായി.
അദൽ റാവു, അസൂജി, മലോജി, ബംഗാജി, കൃഷ്ണറാവു, മേവാജി, മാലിക് ബെഗ് തുടങ്ങി ഒട്ടനവധി കമാൻഡർമാർ തന്നെ മുഗളർക്കൊപ്പം പല സമയങ്ങളിലായി പോയത് കാണാം. അതിനു പുറമെ ആയിരക്കണക്കിന് സൈനികരും മുഗളരുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. ചുരുക്കിയാൽ ഒട്ടനവധി പേർ ഈ വർഷങ്ങളിൽ മുഗൾ സൈന്യത്തിൻ്റെ ഭാഗമായി മാറി. ഇത്തരത്തിലുള്ള കളം മാറലിന് പ്രധാന കാരണമായി പറയുന്നത് സംഭാജിക്ക് ഇവർക്കൊന്നും തന്നെ ശമ്പളം നൽകാൻ പൂർണ്ണതോതിൽ സാധിച്ചില്ല എന്നതാണ്. നീണ്ട യുദ്ധം കാരണം മറാത്ത മേഖലകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും അത് കാരണം സൈനികർക്ക് കൃത്യമായ പണം നൽകാത്ത അവസ്ഥയും വന്നെത്തി. മറ്റൊരു കാരണം മുഗളരുടെ മുന്നേറ്റമാണ്. പലയിടത്തും സ്വരാജ്യയിലേക്ക് കടന്നു കയറുന്ന മുന്നേറ്റമുണ്ടായപ്പോൾ പലരും മുഗളർക്കൊപ്പം ചേരുന്നതായും കാണാം. മറ്റൊന്ന്, മുഗൾ പട നടത്തി വന്നിരുന്ന മാൻസബ്ദാരി പോളിസി ഉള്ളതുകൊണ്ട് തന്നെ പലരും മുഗൾ പടയിൽ ചേരാൻ താൽപ്പര്യപ്പെട്ടു. മറാത്തയിൽ ലഭിച്ചതിനേക്കാൾ പദവികളും പണവും സൈനിക ബലവുമൊക്കെ അവർക്ക് മുഗൾ മേഖലയിൽ ലഭിക്കുകയുമുണ്ടായി. ഏതായാലും 1683 മുതൽ സംഭാജിക്ക് ചെറിയ തോതിലെങ്കിലും തിരിച്ചടികൾ ലഭിച്ചു തുടങ്ങി. പലരും മറാത്ത ക്യാമ്പ് വിട്ട് മുഗളർക്കൊപ്പം ചേർന്നു. സ്വരാജ്യയുടെ സൈനിക ബലം കുറഞ്ഞതുപോലെ വ്യാപ്തിയിലും കുറവ് വന്നു. അപ്പോഴും പ്രകൃതി നൽകിയ സുരക്ഷിതത്വം അവിടെ തുടർന്നുകൊണ്ടിരുന്നു. 1687 സാൽഹർ, കനേറ, രാംസജ് തുടങ്ങിയ നിർണായക കോട്ടകളും മുഗളർ കീഴ്പ്പെടുത്തി. നിർണായക ഇടമായ ബഗ്ലാൻ മേഖലയിലൊക്കെ മുഗൾ ശക്തി വർദ്ധിച്ചു വന്നു. ബിജാപൂരും ഗോൽക്കൊണ്ടയും വീണതോടെ മുഴുവൻ സൈനിക ബലവും സ്വരാജ്യയുടെ നേർക്ക് ഔറംഗസേബ് ഉപയോഗിക്കാനും ആരംഭിച്ചു. ബിജാപൂരിലെയും ഗോൽക്കൊണ്ടയിലെയും മികച്ച സൈനികരും ഉദ്യോഗസ്ഥരുമൊക്കെ മുഗൾ പടയിൽ ചേരുകയുമുണ്ടായി.